Good morning. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായി പോകുന്നത് സ്ട്രക്ചറൽ അനാലിസിസ് 2 എന്ന പേപ്പറിലെ തേർഡ് മൊഡ്യൂളിലെ ടോപ്പിക്കായ അനാലിസിസ് ഓഫ് ഫ്രെയിംസ് വിത്ത് സ്വേ ബൈ യൂസിംഗ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് സ്വേ വരുന്ന ഫ്രെയിംസ് എങ്ങനെ അനലൈസ് ചെയ്യാം എന്നാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓൾറെഡി അനാലിസിസ് പ്രൊസീജിയർ ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് രണ്ട് പ്രോബ്ലംസിലൂടെ കഴിഞ്ഞ വീഡിയോ ലെക്ചേഴ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. ഇന്ന് പുതിയൊരു പ്രോബ്ലം ആണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. സോ അനലൈസ് ദ റിജിഡ് ഫ്രെയിം ഷോൺ ഇൻ ഫിഗർ ബൈ മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ്. സോ നിങ്ങൾക്ക് ഇവിടെ ഒരു ഫ്രെയിം തന്നിട്ടുണ്ട്. ഈ ഫ്രെയിം മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തേഡ് യൂസ് ചെയ്ത് അനലൈസ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. സോ ഒരു ഫ്രെയിം ആണ് നിങ്ങൾക്ക് അനലൈസ് ചെയ്യാനായിട്ട് തരുന്നതെങ്കിൽ ആദ്യമേ തന്നെ എന്ത് ചെയ്യുക, ആ ഫ്രെയിമിൽ സ്വേ പോസിബിൾ ആണോ അല്ലയോ എന്ന് ഐഡന്റിഫൈ ചെയ്യുക. ഈ ഫ്രെയിമിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ ഇവിടെ 3 കോളംസ് വരുന്നുണ്ട്. 3 കോളംസിന്റെയും ലെങ്ത് ഡിഫറെന്റ് ആണ്. ആൻഡ് ഓൾസോ ഒരു കോളത്തിലെ എൻഡ് സപ്പോർട്ട്, അതായത് DE എന്ന കോളത്തിലെ എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്. സോ ഇവിടെ സ്വേക്കുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇവിടെ 3 കോളംസ് ഉണ്ട്. 3 കോളംസിന്റെ ലെങ്ത് ഡിഫറെന്റ് ആണ്. ഒരു കോളത്തിന്റെ എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്. സോ ഇവിടെ സ്വേ പോസിബിൾ ആണ്. സോ ഫ്രെയിംസ് വിത്ത് സ്വേയിലെ മെയിൻ ആയിട്ട് 3 അനാലിസിസ് സ്റ്റെപ്സ് ആണ് വരുന്നത്. നോൺ സ്വേ അനാലിസിസ്, സ്വേ അനാലിസിസ് ആൻഡ് ആക്ച്വൽ മൊമെന്റ് കാൽക്കുലേഷൻ. സോ നമുക്ക് അനാലിസിസ് പ്രൊസീജിയറിലോട്ട് കിടക്കാം. ഫസ്റ്റ് സ്റ്റെപ്പ് ഇസ് നോൺ സ്വേ അനാലിസിസ്. നോൺ സ്വേ അനാലിസിസിൽ നമ്മൾ ഒരു സ്വേ പ്രിവെന്റിംഗ് ഫോഴ്സ് S അപ്ലൈ ചെയ്യുന്നുണ്ട്. കണ്ടീഷൻസ് ഓഫ് ഇക്വിലിബ്രിയം അപ്ലൈ ചെയ്ത് S കാൽക്കുലേറ്റ് ചെയ്യണം. അപ്പോൾ S കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഫൈനൽ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യണം. സോ ഫൈനൽ എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് ഫസ്റ്റ് നമ്മൾ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നു. ഈ ഫ്രെയിമിൽ ഓരോ സ്പാനിലെയും ലോഡ് തന്നിട്ടില്ല. അതായത് സ്പാൻസിലൊന്നും ലോഡ് തന്നിട്ടില്ല. ആകെ ബീം കോളം ജോയിന്റിൽ മാത്രമേ ലോഡ് തന്നിട്ടുള്ളൂ, അല്ലാതെ ഒരു മെമ്പറിലും ലോഡ് തന്നിട്ടില്ല. സോ ഓരോ മെമ്പറിന്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് എന്തായിരിക്കും? 0. സോ MFAB, MFBA, MFBC, MFCB, MFDC, MFCDC equal to 0. Then MFCF, MFFC, MFDE and MFEDC equal to 0. So എല്ലാ മെമ്പേഴ്സിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് 0 ആയിരിക്കും. Then second step is to find the distribution factor. ഓരോ ജോയിന്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. ജോയിന്റ് കൺസിഡർ ചെയ്യുമ്പോൾ റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ വേണം കമ്പ്യൂട്ട് ചെയ്യാൻ. സോ ഡ്രോ എ ടാബുലർ കോളം വിച്ച് ഇൻക്ലൂഡ്സ് ജോയിന്റ്സ്, മെമ്പേഴ്സ്, സ്റ്റിഫ്നെസ്, സിഗ്മ കെ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ഫസ്റ്റ് ഓരോ ജോയിന്റ് ആയിട്ട് നോക്കുക. ജോയിന്റ് എ ഫിക്സ്ഡ് ആണ്. സോ എയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട. ദെൻ കൺസിഡർ ജോയിന്റ് ബി. ജോയിന്റ് ബി റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ ജോയിന്റ് ബിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. ജോയിന്റ് ബിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് BA and BC. BA എന്ന സ്പാൻ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ A is fixed and B is assumed as fixed. So BA യിലെ stiffness will be 4EI/L. Then BC എന്ന മെമ്പർ എടുക്കുകയാണെങ്കിൽ B and C are assumed to be fixed. So stiffness is 4EI/L. B എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന ഓരോ മെമ്പറിന്റെയും സ്റ്റിഫ്നെസ് കിട്ടിക്കഴിഞ്ഞാൽ ഫൈൻഡ് സിഗ്മ കെ ആൻഡ് ദെൻ ഫൈൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ. ദെൻ അടുത്ത ജോയിന്റിലോട്ട് പോവാ. ജോയിന്റ് സി. ജോയിന്റ് സി അഗൈൻ റൊട്ടേഷൻ പോസിബിൾ ആണ്. സോ സിയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. സിയിൽ 3 മെമ്പേഴ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. CB, CD ആൻഡ് CF. CB എന്ന മെമ്പർ എടുക്കുകയാണെങ്കിൽ both ends are assumed as fixed. So stiffness is 4EI/L. Then CD എന്ന മെമ്പർ എടുക്കുകയാണെങ്കിൽ both ends are assumed as fixed. So stiffness is 4EI/L. Then CF എടുക്കുകയാണെങ്കിൽ F is fixed, C is assumed as fixed. So stiffness of CF will be 4EI/L. Then sigma K calculate here. Then find the distribution factor of each member. Then next joint എടുക്കാം. Joint F fixed ആണ്. So F ൽ meet ചെയ്യുന്ന മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം ഇല്ല. Then joint D എടുക്കുക. Joint D ൽ റൊട്ടേഷൻ പോസിബിൾ ആണ്. So joint D ൽ meet ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യണം. D എന്ന jointൽ 2 മെമ്പേഴ്സ് ആണ് മീറ്റ് ചെയ്യുന്നത്. DC and DE. DC എന്ന മെമ്പർ കൺസിഡർ ചെയ്യുകയാണെങ്കിൽ both D and C are assumed as fixed.
So stiffness is 4EI by L. ഇനി DE എന്ന മെമ്പർ എടുക്കുകയാണെങ്കിൽ D is assumed as fixed, whereas the far end E is hinged. Far end support E hinged ആണ്. So DE ലെ stiffness will be 3EI by L. എപ്പോഴും ശ്രദ്ധിക്കുക, DE വരുമ്പോൾ E far end ആണ്. Far end hinged ആണ്. So stiffness is 3EI by L. Then sigma K calculate ചെയ്യുക. Then find the distribution factor of each member. Then next joint consider ചെയ്യുക. Joint E hinged ആണ്. So അവിടെ rotation possible ആണ്. ഈ എന്ന jointൽ meet ചെയ്യുന്ന member ED. ED യുടെ stiffness calculate ചെയ്യുക. ED എടുക്കുകയാണെങ്കിൽ E near end ആണ്. Near end ആണ് hinged, whereas far end D is assumed as fixed. So ED ലെ stiffness will be 4EI by L. E എന്ന jointൽ ഒറ്റ മെമ്പറേ ഉള്ളൂ. So K തന്നെ ആയിരിക്കും sigma K. Then distribution factor will be 1. Okay. അപ്പോൾ എപ്പോഴും hinged ആയിട്ട് വരുന്ന end സപ്പോർട്ടിൽ മീറ്റ് ചെയ്യുന്ന മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ 1 ആയിരിക്കും. Okay. So non-sway analysis le next step is to draw a distribution table and find the final moments. ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് തന്നിരിക്കുന്ന ഫ്രെയിമിൽ ഒരു ജോയിന്റിൽ രണ്ടിലധികം മെമ്പർ മീറ്റ് ചെയ്യുന്നുണ്ട്. സോ അങ്ങനെ വരുന്ന ഫ്രെയിംസിൽ നമ്മൾ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുന്നത് ഒരു ടാബുലാർ കോളം ആണ്. ഫ്രെയിംസ് വിത്തൗട്ട് സ്വേയിൽ കണ്ട സെയിം ടാബുലാർ കോളം ആണ്. ടാബുലാർ കോളം ഇൻക്ലൂഡ്സ് joints, ഏതൊക്കെ joints ആണെന്ന് എഴുതുക, ഓരോ ജോയിന്റിലും മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സ് ഏതൊക്കെയാണെന്ന് എഴുതുക, ഓരോ മെമ്പേഴ്സിന്റെയും ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടേഴ്സ് എടുത്തെഴുതുക, then fixed end moments എടുത്തെഴുതുക. ഈ കേസിൽ നോൺ സ്വേ അനാലിസിസിൽ എല്ലാ മെമ്പേഴ്സിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് 0 ആണ്. അങ്ങനെയാണെങ്കിൽ എല്ലാ ജോയിന്റ്സും ബാലൻസ്ഡ് ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈനൽ മൊമെന്റ്സ് എന്തായിരിക്കും? എല്ലാ മെമ്പറിലെയും ഫൈനൽ എൻഡ് മൊമെന്റ്സ് will be 0. So final moments കിട്ടിക്കഴിഞ്ഞാൽ next step is to find the sway preventing force S. S എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്? By applying conditions of equilibrium, sigma fx is equal to 0. എന്താണ് sigma fx? HA plus HE plus HF plus 60 minus S is equal to 0. ഈ ഇക്വേഷനിൽ HA, HE, HF എന്താണ്? 0 ആണ്. കാരണം എൻഡ് മൊമെന്റ്സ് എല്ലാം 0 ആണ്. ബീംസിനിടയിൽ കോളംസിൽ ലോഡ്സ് ഒന്നും വരുന്നില്ല. ആകെ ജോയിന്റിൽ മാത്രമേ ലോഡ് വരുന്നുള്ളൂ, അല്ലാതെ കോളംസിന് ലോഡ് ഒന്നും വരുന്നില്ല. സോ HA, HE, HF 0 ആണ്. ഡൗട്ട്സ് ഉള്ള ആൾക്കാർ കോളത്തിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ബീം കോളം ജോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുത്ത് നോക്കുക. സോ HA, HE, HF 0 ആണെങ്കിൽ എന്തായിരിക്കും? S will be 60 kilonewton. ഓക്കെ. സോ ഇങ്ങനെയാണ് നോൺ സ്വേ അനാലിസിസിലെ സ്വേ പ്രിവെന്റിംഗ് ഫോഴ്സ് S കാൽക്കുലേറ്റ് ചെയ്യുന്നത്. The next important step is sway analysis. Sway analysis ൽ നമ്മൾ എന്താ ചെയ്യുന്നത്? Assumed sway force S dash structural apply ചെയ്യുന്നു. Conditions of equilibrium യൂസ് ചെയ്ത് S dash calculate ചെയ്യുന്നു. അപ്പോൾ S dash calculate ചെയ്യുമ്പോൾ condition of equilibrium apply ചെയ്യുമ്പോൾ horizontal force കണ്ടുപിടിക്കാനായിട്ട് നമുക്ക് final moments വേണം. So sway analysis ൽ ആദ്യമേ നമ്മൾ എന്ത് ചെയ്യുന്നു? Final moments calculate ചെയ്യുന്നു. Final moment calculate ചെയ്യാനുള്ള first step എന്താണ്? To find the fixed end moment. സ്വേ അനാലിസിസിൽ നമ്മൾ എന്താ ചെയ്യുന്നത്? ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. ഓരോ കോളത്തിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സിന്റെ റേഷ്യോ ആണ് എടുക്കുന്നത്. ആ റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ്, ഓരോ കോളത്തിലെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ്സ് എന്ന് പറയുന്നത് മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ആണ്. സോ മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ഓഫ് കോളം AB എന്ന് പറയുന്നത് 6EI1 ഡെൽറ്റ ബൈ L1 സ്ക്വയർ. മൊമെന്റ് ഡ്യൂ ടു സെറ്റിൽമെന്റ് ഓഫ് കോളം CF എന്ന് പറയുന്നത് 6EI2 ഡെൽറ്റ ബൈ L2 സ്ക്വയർ. Then moment due to settlement of column D എന്ന് പറയുന്നത് 6EI3 delta by L3 square. So ഇവിടെ 3 columns ഉണ്ട്. So ഈ 3 കോളത്തിന്റെയും fixed end momentsന്റെ ratio ആണ് നമ്മൾ എടുക്കുന്നത്. That is fixed end moment in AB is to fixed end moment in CF is to fixed end moment in DE. അപ്പോൾ 3 columns ഉള്ളതുകൊണ്ടാണ് നമ്മൾ 3 columnsന്റെ fixed end momentsന്റെ ratio എടുക്കുന്നത്. That is 6EI1 delta by L1 square is to 6EI2 delta by L2 square is to 6EI3 delta by L3 square. ഇനി I1, L1 വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈനലി വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്കൊരു റേഷ്യോ കിട്ടും. 6/25 is to 6/16 is to 6/9. ഓക്കെ. അപ്പോൾ ഈ റേഷ്യോ എന്ത് ചെയ്യുക? ഏതെങ്കിലും ഒരു വാല്യൂ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. ഒന്നുകിൽ എല്ലാം ത്രൂ ഔട്ട്
10 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക അല്ലെങ്കിൽ 20 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ഓരോ മെമ്പറിന്റെയും ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് കാൽക്കുലേറ്റ് ചെയ്യുക. സോ ഞാനിവിടെ 100 കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. അങ്ങനെയാണെങ്കിൽ ഫിക്സ്ഡ് എൻഡ് മൊമെന്റ് ഇൻ എ ബി എന്ന് പറയുന്നത് 6/25 into 100 ആയിരിക്കും. ദാറ്റ് ഈസ് എം എഫ് എ ബി is equal to എം എഫ് ബി is equal to 6/25 into 100, that is 24 എന്ന് കിട്ടും. നമ്മൾ moment due to settlement ആണ് കൺസിഡർ ചെയ്യുന്നത്. moment due to settlement is taken as negative. So MFAB is equal to MFBA is equal to minus 24. Similarly, MFCF is equal to MFFC is equal to 6/16 into 100, that is 37.5 kilonewton meter. Since moment due to settlement is taken as negative, MFCF is equal to MFFC is equal to minus 37.5. Similarly, MFD is equal to MFED is equal to 6/9 into 100, which is 66.67. Since moment due to settlement is taken as negative, MFD is equal to MFED is equal to minus 66.67 kilonewton meter. Okay, so fixed end moments kittikazhinjal next step endana to find the distribution factor. Already distribution factor non-sway analysis la nammal compute ചെയ്തു വെച്ചിട്ടുണ്ട്. Same tabular column തന്നെയാണ്. Okay, അപ്പോൾ യൂണിവേഴ്സിറ്റി എക്സാമിന് നിങ്ങൾ ചെയ്യുമ്പോൾ 2 തവണ ടാബുലാർ കോളം എടുത്തെഴുതണം എന്നില്ല, ഒരു തവണ എടുത്തെഴുതിയാൽ മതി. ഓക്കെ, ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് പ്രൊസീജിയർ കൃത്യമായിട്ട് മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ടാണ് 2 തവണ എടുത്തെഴുതിയത്. ഓക്കെ, സോ റൊട്ടേഷൻ പോസിബിൾ ആയിട്ടുള്ള ജോയിൻസിൽ മീറ്റ് ചെയ്യുന്ന മെമ്പേഴ്സിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ കാൽക്കുലേറ്റ് ചെയ്യുക. The next step is to draw distribution table and find the final moments. So ഇവിടെ ഡിസ്ട്രിബ്യൂഷൻ ടേബിൾ വരയ്ക്കുന്നത് ടാബുലാർ കോളം ആണ്. കാരണം ഇവിടെ സി എന്ന ജോയിന്റിൽ 2-ലധികം മെമ്പേഴ്സ് മീറ്റ് ചെയ്യുന്നുണ്ട്. സോ ഡ്രോ എ ടാബുലാർ കോളം വിച്ച് ഇൻക്ലൂഡ്സ് ജോയിന്റ് എയിൽ മീറ്റ് ചെയ്യുന്ന മെമ്പർ എ ബി, then consider joint B. Joint B will meet ചെയ്യുന്ന members BA and BC. Then consider joint C. Joint C will meet ചെയ്യുന്ന members CB, CF and CD. Then consider joint D. D will meet ചെയ്യുന്ന members DC and DE. Then consider joint E. E will meet ചെയ്യുന്ന member ED and consider joint F. F will meet ചെയ്യുന്ന member FC. ഇനി next step എന്താണ്? ഓരോ മെമ്പറിലെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ എടുത്തെഴുതുക. The next step is to write the fixed end moments. ഓരോ എൻഡിലെയും ഫിക്സ്ഡ് എൻഡ് moments എടുത്തെഴുതുക. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ബാലൻസിങ് ആണ്. എപ്പോഴും ശ്രദ്ധിക്കുക, എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് വരികയാണെങ്കിൽ ആ ഹിഞ്ച്ഡ് സപ്പോർട്ട് ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞിട്ട് വേണം അതിനടുത്ത സപ്പോർട്ട്സ് ബാലൻസ് ചെയ്യാൻ. ഇവിടെ ഡി എന്ന സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്, ഡി എന്ന എൻഡ് സപ്പോർട്ട് ഹിഞ്ച്ഡ് ആണ്. സോ ആദ്യം ഈ ബാലൻസ് ചെയ്ത് ക്യാരി ഓവർ ചെയ്ത് കഴിഞ്ഞിട്ടേ അതിനടുത്തുള്ള ജോയിന്റ്സ് ബാലൻസ് ചെയ്യാവൂ. അപ്പോ ജോയിന്റ് ഇയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് -66.67 ആണ്. അങ്ങനെയാണെങ്കിൽ ഇ ഡിയിലെ ബാലൻസിങ് മൊമെന്റ് എന്തായിരിക്കും? 66.67. ഇയിലെ ബാലൻസിങ് മൊമെന്റ് ആയ 66.67 ഇയിൽ മീറ്റ് ചെയ്യുന്ന ഇ ഡി എന്ന മെമ്പറിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യും. So 66.67 into distribution factor 1 will give you the balancing moment at E. But 66.67 into 1, 66.67 is the balancing moment at E. Okay. Appo E enna joint balanced aayile -66.67 plus 66.67 0. So joint E is balanced. Ini endu cheya? ED ile balancing moment inde half far fixed end aaya DE lote carry over aville. അപ്പോൾ ഇ ഡിയിലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് 66.67 ഹാഫ് 33.33 ഡിഇയിലോട്ട് ക്യാരി ഓവർ ആവും. ഓക്കെ, ഇനി എന്ത് ചെയ്യുക? ഇനി ജോയിന്റ് ഡി, ജോയിന്റ് സി ആൻഡ് ജോയിന്റ് ബി ബാലൻസ് ചെയ്യുക. അപ്പോൾ ജോയിന്റ് ഡിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്തായിരിക്കും? -66.67 പ്ലസ് 33.33 ആയിരിക്കും. ജോയിന്റ് ഡിയിലെ അൺബാലൻസ്ഡ് മൊമെന്റ് അതിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിരിക്കും ഡിയിലെ ബാലൻസിങ് മൊമെന്റ്. സോ ഡിയിലെ ബാലൻസിങ് മൊമെന്റ് കിട്ടിക്കഴിഞ്ഞാൽ ഓരോ മെമ്പറിലെയും ബാലൻസിങ് മൊമെന്റ് കിട്ടാനായിട്ട് ഡിയിലെ ബാലൻസിങ് മൊമെന്റ് ഇൻറ്റു മെമ്പറിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഫാക്ടർ ചെയ്യുമ്പോൾ നമുക്ക് ഓരോ മെമ്പറിലെയും ബാലൻസിങ് മൊമെന്റ് കിട്ടും. സിമിലർലി സി എന്ന ജോയിന്റില് അൺബാലൻസ്ഡ് മൊമെന്റ് കണ്ടുപിടിക്കുക. സി എന്ന ജോയിന്റ് എടുക്കുകയാണെങ്കിൽ അവിടെ അൺബാലൻസ്ഡ് മൊമെന്റ് എന്ന് പറയുന്നത് -37.5 ആയിരിക്കും. അപ്പോൾ ബാലൻസിങ് മൊമെന്റ് വിൽ ബി 37.5. ഈ 37.5നെ സി എന്ന ജോയിന്റിൽ മീറ്റ് ചെയ്യുന്ന എല്ലാ മെമ്പേഴ്സിലോട്ടും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. അപ്പോൾ 37.5 ഇൻറ്റു
CB le distribution factor 1/3 will give you the balancing moment at BC. Similarly, 37.5 into 1/3 ചെയ്യുമ്പോൾ CF ന്റെ balancing moment കിട്ടും. 37.5 into CD യുടെ distribution factor ആയ 1/3 ചെയ്യുമ്പോൾ CD ലെ balancing moment കിട്ടും. Similarly, joint B എന്ത് ചെയ്യുക? Balance ചെയ്യുക. Joint B ലെ unbalanced moment minus 24 ആണ്. So, balancing moment will be 24. ഈ 24 നെ BA ലോട്ടും BC ലോട്ടും distribute ചെയ്യുക. ഓരോ ബാലൻസിങ് കഴിഞ്ഞാൽ എന്ത് ചെയ്യുക? Carry over ചെയ്യുക. BA ലെ ബാലൻസിങ് മൊമെന്റ് ആണ് 10.67. അതിന്റെ ഹാഫ് എങ്ങോട്ടായിരിക്കും ക്യാരി ഓവർ ആവുന്നത്? AB ലോട്ട്. അതുപോലെ BC ലെ ബാലൻസിങ് മൊമെന്റ് ആണ് 13.33. അതിന്റെ ഹാഫ് എങ്ങോട്ടായിരിക്കും? CB ലോട്ടായിരിക്കും ക്യാരി ഓവർ ആവുന്നത്. Then CB ലെ ബാലൻസിങ് മൊമെന്റ് 12.5 ആണ്. അതിന്റെ ഹാഫ് BC ലോട്ട് ക്യാരി ഓവർ ചെയ്യും. Then CF ലെ ബാലൻസിങ് മൊമെന്റ് ആണ് 12.5. CF ലെ ബാലൻസിങ് മൊമെന്റ് എങ്ങോട്ടാണ് ക്യാരി ഓവർ ആവുന്നത്? അതിന്റെ ഫാർ ഫിക്സ്ഡ് FC. അപ്പൊ CF ലെ FC ലോട്ടായിരിക്കും ക്യാരി ഓവർ ചെയ്യുന്നത്. Then CD ലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് DC ലോട്ട് ക്യാരി ഓവർ ചെയ്യും. DC ലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് CD ലോട്ട് ക്യാരി ഓവർ ചെയ്യും. ഓക്കെ, ഇനി DE ലെ ബാലൻസിങ് മൊമെന്റിന്റെ ഹാഫ് ED ലോട്ട് ക്യാരി ഓവർ ആവോ? ഇല്ല, കാരണം ഓൾറെഡി ED നമ്മൾ ബാലൻസ് ചെയ്ത് കഴിഞ്ഞു. ഓക്കെ, സോ ഫസ്റ്റ് ക്യാരി ഓവർ കഴിയുമ്പോൾ ജോയിന്റ് അനലൈസ് ചെയ്യുക. ഫസ്റ്റ് ക്യാരി ഓവർ കഴിഞ്ഞപ്പോൾ ജോയിന്റ് B, C and D അൺബാലൻസ്ഡ് ആണ്. സോ എന്ത് ചെയ്യുക? അഗൈൻ ജോയിന്റ് B, C and D ബാലൻസ് ചെയ്യുക, ക്യാരി ഓവർ ചെയ്യുക. അപ്പോ സെക്കൻഡ് ക്യാരി ഓവർ കഴിയുമ്പോൾ അഗൈൻ ജോയിന്റ് B, C, D അൺബാലൻസ്ഡ് ആവും. സോ ഈ ബാലൻസിങ് ആൻഡ് ക്യാരി ഓവർ എന്ന സൈക്കിൾ റിപ്പീറ്റ് ചെയ്യുക. 4 ബാലൻസിങ് ആൻഡ് ക്യാരി ഓവർ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 4 സൈക്കിൾ കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഫിഫ്ത്ത് ബാലൻസിങ്ങോടെ ഐട്രേഷൻ സ്റ്റോപ്പ് ചെയ്യുക. ഓരോ എൻഡിലെയും മൊമെന്റ്സിന്റെ സം എടുക്കുക. ദാറ്റ് വിൽ ഗിവ് യു ദി ഫൈനൽ മൊമെന്റ്സ്. ഓക്കെ, അപ്പോ ഇങ്ങനെയാണ് നമ്മൾ സ്വേ അനാലിസിസിലെ ഫൈനൽ മൊമെന്റ്സ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ബാലൻസിങ്ങും ക്യാരി ഓവർ ചെയ്യുമ്പോഴും തെറ്റിക്കരുത്. ഓക്കെ, സോ ഫൈനൽ മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ next step is to find the assumed sway force S dash. Assumed sway force S dash calculate ചെയ്യാം by applying condition of equilibrium. Sigma fx is equal to 0. HA plus HE plus HF plus H dash is equal to 0. Then HA value calculate ചെയ്യാം by using equation MAB plus MBA by L. Then HE calculate ചെയ്യാം by using equation MED plus MDE by L. And HF calculate ചെയ്യാം by using the equation MFC plus MCF by L. Horizontal force കിട്ടാനായിട്ട് ഓരോ കോളംസിന്റെ ഫ്രീ ബോഡി ഡയഗ്രാം വരച്ച് ബീം കോളം ജോയിന്റിന് അബൌട്ട് ആയിട്ട് മൊമെന്റ് എടുത്താൽ മതി. HA, HE, HF വാല്യൂ കിട്ടിക്കഴിഞ്ഞാൽ വാല്യൂസ് കൊണ്ട് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഫൈൻഡ് S dash. സോ S dash കിട്ടിക്കഴിഞ്ഞാൽ നെക്സ്റ്റ് സ്റ്റെപ്പ് ഇസ് ടു ഫൈൻഡ് ദി സ്വേ കറക്ഷൻ ഫാക്ടർ K. എസിന്റെയും S ഡാഷിന്റെയും റേഷ്യോനെയാണ് നമ്മൾ സ്വേ കറക്ഷൻ ഫാക്ടർ എന്ന് പറയുന്നത്. സോ സ്വേ കറക്ഷൻ ഫാക്ടർ കമ്പ്യൂട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ നോൺ സ്വേ അനാലിസിസ് കഴിഞ്ഞു, സ്വേ അനാലിസിസ് കഴിഞ്ഞു. ഫൈനലി നമുക്ക് സ്വേ കറക്ഷൻ ഫാക്ടർ കിട്ടി. The next step is to find the final moments. Final moments കിട്ടാനായിട്ട് എന്ത് ചെയ്യുക? Draw a tabular column which includes members. ഓരോ members എടുത്തെഴുതുക. Assumed sway moment, അതായത് നമുക്ക് സ്വേ അനാലിസിസിൽ കിട്ടിയ moments എടുത്തെഴുതുക. Then actual sway moment calculate ചെയ്യുക. Assumed sway moment into correction factor ആയിരിക്കും actual sway moment. Then non sway moment എടുത്തെഴുതുക. Then final moments എന്ന് പറയുന്നത് actual sway momentന്റെയും നോൺ സ്വേ മൊമെന്റിന്റെയും സം ആയിരിക്കും. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് ഫ്രെയിംസ് വിത്ത് സ്വേ അനലൈസ് ചെയ്യുന്നത് ബൈ യൂസിങ് മൊമെന്റ് ഡിസ്ട്രിബ്യൂഷൻ മെത്തഡ്. ഓക്കെ, ദെൻ ഫൈനൽ മൊമെന്റ്സ് കിട്ടിക്കഴിഞ്ഞാൽ യു ക്യാൻ ഡ്രോ ദി ബെൻഡിങ് മൊമെന്റ് ഡയഗ്രാം. ഓക്കെ, സോ ഈ മൊഡ്യൂളിലെ ലാസ്റ്റ് പ്രോബ്ലം ആണ് നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഈ പ്രോബ്ലം എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.